ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഒരു ബീൻസ് തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബീൻസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ബീൻസ് എല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങാപ്പീര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരഞ്ഞൊന്നും പോകരുത്. മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. തേങ്ങ ഈ കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും അരഞ്ഞൊന്നും പോയിട്ടില്ല. ഈ പാകത്തിൽ വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് തോരൻ കൂടുതൽ ടേസ്റ്റ്. എണ്ണ നല്ലതുപോലെ ചൂടായുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും 2 ഉണക്കമുളക് കീറിയതും ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാഞ്ഞു പറഞ്ഞാൽ ഞാനൊരു ചെറിയ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരപ്പൊക്കെ ബീൻസിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, 2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് കൊടുത്താൽ മതി. മൂടി വെച്ച് വേവിക്കുമ്പോൾ ആ മൂടിയിൽ നിന്ന് തന്നെ വെള്ളം വീണത് പാകത്തിന് വെന്ത് കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീൻസ് എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി തുറന്ന് വെച്ച് ബീൻസിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കേരള സ്റ്റൈൽ ബീൻസ് തോരൻ റെഡി ആയി കഴിഞ്ഞ് ബീൻസ് തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ, രസം അല്ലെങ്കിൽ മോര് കാച്ചിയത് ഇവരുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. സാമ്പാറിൻ്റെ മോര് കാച്ചിയതിൻ്റെ രസത്തിലേക്ക് ഈ വീഡിയോ എല്ലാം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക്